ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് എക്സാംസായ ബാങ്ക് എക്സാംസ് അതേപോലെ SSC എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഇൻവെസ്റ്റ് ഇൻ റുപ്പീസ് 2400 in a scheme which offers simple interest at 18% per annum for 3 years, and B invest rupees X in the same scheme at 12% per annum for 4 years. If the ratio of the interest received by A to B is 6:5, then find the value of X. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കിലെ ഒരു ചോദ്യമാണിത്. അപ്പോൾ രണ്ട് പേരാണ് എയും ബിയും. അപ്പം എ ഇൻവെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 2400 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 18% ആയിരുന്നു. എത്ര വർഷത്തേക്കാണ്? 3 ഇയേഴ്സിലേക്കാണ്. അതേപോലെ ബി എക്സ് റുപ്പീസാണ്. എത്രയാണെന്ന് നമുക്കറിയത്തില്ല. എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 12% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു അതേപോലെ എത്ര വർഷത്തേക്കാണ്? 4 ഇയേഴ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് 6:5 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് പോയി. അതേപോലെ 18 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3, ഇവിടെ 2, പിന്നെ അതേപോലെ 4 വെച്ച് ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 600 വരും. അതേപോലെ ഇനിയും ഈ 2നെ വെച്ച് 600നെ ക്യാൻസൽ ചെയ്താൽ 300 എന്ന് വരും അല്ലേ? ഓക്കെ, ബാക്കി എന്താണുള്ളത്? 300 ഇൻറ്റു 9, 3 × 3 9. ബാക്കി ഇവിടെ എന്താണ്? എക്സ് മാത്രമാണുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പം 300 ഇൻറ്റു 9/x ഈസ് ഈക്വൽ ടു, ആ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 6/5. 6 വെച്ച് നമ്മൾ 300നെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 50 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 450/x ഈസ് ഈക്വൽ ടു 1/5. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടും? 450 ഇൻറ്റു 5. ദാറ്റ് ഈസ് 450 ഇൻറ്റു 5 എത്രയാണ് വരുന്നത്? 0, 25, 5, 2 ബാലൻസ് 20, 22. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2250. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. The ratio of the perimeter of a rectangle and the perimeter of a square is 4:5, and the breadth of the rectangle is equal to the side of the square. If the length of the rectangle is 12 cm, then what is the ratio of the area of the square to the area of the rectangle? അപ്പം ആദ്യം തന്നെ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? ഫോർമുല 2 ഇൻറ്റു L+B ഈസ് ടു 4a. ഇതെന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, 4a എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ പെരിമീറ്റർ. ഈ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ ഒരു 2 കിട്ടും. അതായത് L+B ഈസ് ടു 2a. ആ റേഷ്യോ ആണ് 4:5 എന്നവർ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അതായത് ഈ ബ്രെഡ്ത്ത്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സൈഡ് ഓഫ് ദ സ്ക്വയറിന് തുല്യമാണ്. അതായത് B = a ആകുന്നു. പിന്നെന്താ പറയുന്നത്? ലെന്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു 12 cm എന്ന്. അപ്പോൾ ലെന്ത് എന്ന് പറയുന്നത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് രണ്ടും ഇതിനകത്തോട്ട് ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. റേഷ്യോക്കകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താ കിട്ടുന്നത്? 12 + a അല്ലേ? ഈസ് ടു എന്താണ്? 2a. ആ വാല്യൂ ആണ് നമുക്ക് എന്തെന്നുള്ളത്? 4:5 എന്ന് ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് a കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? 12 + a/2a ഈസ് ഈക്വൽ ടു 4/5. ഇത് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പം 60 + 5a ഈസ് ഈക്വൽ ടു 8a. ദാറ്റ് ഈസ് 3a ഈസ് ഈക്വൽ ടു എത്രയാണ്? 60. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? a ഈസ് ഈക്വൽ ടു 20 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ a എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? 1 സൈഡ് ഓഫ് ദ സ്ക്വയർ. ആ 1 സൈഡ് ഓഫ് ദ സ്ക്വയർ അത് ഓൾസോ ഈക്വൽ ടു
ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിളാണ്. അപ്പോൾ ബ്രെഡ്ത്തും കിട്ടി, വൺ സൈഡ് ഓഫ് ദ സ്ക്വയറും കിട്ടി. ഇനി ലെന്ത് ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണെന്ന് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. എന്തിൻ്റെ റേഷ്യോ ആണ്? ഏരിയ ഓഫ് ദ സ്ക്വയർ ടു ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ദ സ്ക്വയർ എന്താണ്? സൈഡിൻ്റെ സ്ക്വയർ, സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇവിടെ എത്രയാണ്? 20. അപ്പോൾ 20 × 20, 20 സ്ക്വയർ ഈസ് ടു അടുത്തതാണ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെന്ത് എന്ന് പറയുന്നത് 12, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20. അപ്പോൾ ഈ 20യും ഇവിടുത്തെ ഒരു 20യും ക്യാൻസലായി. ബാക്കിയുള്ളത് 20:12. 4 വെച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 5:3 എന്ന് കിട്ടുന്നു. അപ്പം ഇതാണ് റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് സ്ക്വയർ ടു ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇഫ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് ഓഫ് two circles is 3:5, the perimeter of the smaller circle is 10% more than that of the perimeter of the square. If the side of the square is 30 cm, then find the area of the larger circle. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ആണ്. 2 സർക്കിൾസ് ഉണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോസ് തന്നിട്ടുണ്ട് 3:5. അപ്പം ആർ എസ് എന്ന് പറയുന്നത് സ്മാൾ സർക്കിളിൻ്റെ റേഡിയസ് ഈസ് ടു ആർ എൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ടും എടുക്കാം. അത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 3:5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർ എസിനെ ഞാൻ എത്രയെന്ന് വിളിക്കുന്നു? 3K എന്നും വിളിക്കുന്നു. ആർ എല്ലിനെ, റേഡിയസ് ഓഫ് ലാർജർ സർക്കിളിനെ ഞാൻ 5K എന്നും വിളിക്കുന്നു. ഇതിൽ നിന്ന് ബാക്കി എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? പെരിമീറ്റർ ഓഫ് ദ സ്മാളർ സർക്കിൾ ഈസ് 10% മോർ ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. അപ്പോൾ ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ പെരിമീറ്ററിനേക്കാൾ 10% കൂടുതലാണ് സ്മാളർ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ടെന്നിരിക്കട്ടെ. ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? സ്ക്വയറിൻ്റെ സൈഡ് A ആണെങ്കിൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4A വരും. അതിനേക്കാൾ 10% കൂടുതൽ എന്ന് പറയുമ്പം 110/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് പറയുന്നത്? സ്മാളർ സർക്കിളിൻ്റെ പെരിമീറ്ററിന് തുല്യമാണെന്നാണ് പറയുന്നത്. സ്മാളർ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 3K. അപ്പം 2 × 22/7 ഇൻറ്റു എന്ത് ചെയ്യുന്നു? സ്മാളർ സർക്കിളിൻ്റെ റേഡിയസ് കൊടുക്കണം, അതായത് 3K. ഇതിൽ നിന്ന് ഈ 0 ക്യാൻസൽ. ഇവിടുത്തെ ഈ 2 ഇവിടെ 2ഉം ഇവിടുത്തെ ഈ 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4ൻ്റെ അവിടുത്തെ ഒരു 2 വരുന്നു. ഇനി 2 × 11 ചെയ്യുമ്പോൾ എത്ര? 22 ആ 22ഉം ഈ 22ഉം ക്യാൻസലാകും. ബാക്കി നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ A/Aയും ഉണ്ട്, അടിയിലൊരു 10ഉം ഉണ്ട്. അപ്പം A/10 ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ബാക്കിയുള്ളത് 3K/7 എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് A കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ A ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 30K/7 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 1 സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 സൈഡ് A അല്ലേ 1 സൈഡായിട്ട് എടുത്തത്. അപ്പോൾ 30 ഈസ് ഈക്വൽ ടു 30K/7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 13 ക്യാൻസൽ ചെയ്ത് K ഈസ് ഈക്വൽ ടു നമുക്ക് 7 എന്ന് കിട്ടും. ഓക്കെ, K ഈസ് ഈക്വൽ ടു 7 കിട്ടിക്കഴിഞ്ഞാൽ RSഉം RLും കണ്ടുപിടിക്കാമല്ലോ. റേഡിയസ് ഓഫ് ദ സ്മാളർ സർക്കിൾ എന്ന് പറയുന്നത് 3K ആയിരുന്നു. അതായത് 3 × Kയുടെ വാല്യൂ ആയ 7 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21ഉം. അതേപോലെ RL എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിളാണ്. അത് 5K എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ 5 × Kയുടെ വാല്യൂ എത്രയാണ്? 7, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? 35ഉം കിട്ടുന്നു. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ക്വസ്റ്റ്യനിൽ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാർജർ സർക്കിൾ എന്നാണ്. ലാർജർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇതൊന്ന് റിമൂവ് ചെയ്യാണ്, ഇങ്ങോട്ട് നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ പറയുന്നത്? ഏരിയ ഓഫ് ദ ലാർജർ സർക്കിൾ. ഏരിയ ഓഫ് ദ ലാർജർ സർക്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല πr², വിച്ച് ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു റേഡിയസ്. റേഡിയസ് ഓഫ് ലാർജർ സർക്കിൾ എത്ര? 35 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ 35ൻ്റെ സ്ക്വയർ. അപ്പോൾ 35 × 35. ഓക്കെ, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. 7ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? എത്ര കിട്ടും? 5 അല്ലേ? അപ്പോൾ 5 × 22 ചെയ്യുമ്പോൾ 110
ഇൻറ്റു 35. 110 ഇൻറ്റു 35. 11 ഇൻറ്റു 35 ചെയ്യുമ്പം 385 എന്ന് കിട്ടുന്നു. ഒരു 0 ബാലൻസ് ഉണ്ട്, ആ 0യും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 3850 ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 3 articles are brought at ₹400 each. One of them is sold at a loss of 10%. If the other 2 articles are sold so as to gain 20% on the whole transaction, then what is the gain percentage on the 2 articles? അപ്പം 3 ആർട്ടിക്കിൾസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലേ. 1, 2, 3. ഈ 3 ആർട്ടിക്കിൾസിൻ്റെയും കോസ്റ്റ് പ്രൈസ് 400 ഈച്ച് ആണെന്ന് പറയുന്നുണ്ട്. 400 വീതമാണ് 3 ആർട്ടിക്കിൾസിൻ്റെയും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അതിൽ ഏതോ ഒരെണ്ണം 10% ലോസിൽ വിറ്റു. അപ്പോൾ ആർട്ടിക്കിൾ 1 നമുക്ക് 10% ലോസിലാണ് വിറ്റേന്ന് എടുക്കാം. അപ്പോൾ ഇത് 10% ലോസിൽ, അതായത് -10% അല്ലേ, -10%ലാണ് ഇത് വിറ്റെങ്കിൽ അതിൻ്റെ SP എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 ആയിരിക്കും അല്ലേ. കാര്യം 400ൻ്റെ 10% എന്ന് പറയുന്നത് 40 ആണ്. അപ്പം 40 മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതായത് 400 - 40 = 360 അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 2 എണ്ണം ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3ഉം ആണ്. അത് 2 എണ്ണവും വിറ്റത് എങ്ങനെയാണ്? ഹോൾ ട്രാൻസാക്ഷനിൽ 20% പ്രോഫിറ്റ് വരുന്ന രീതിയിലാണ് ബാക്കി 2 എണ്ണം വിറ്റിരിക്കുന്നത്. അപ്പോൾ ബാക്കി 2 എണ്ണത്തിൻ്റെ, ഇതിൻ്റെ 2ൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 800 ആണ്. ഓക്കെ, ഇതിൻ്റെ 2ൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ് 800 ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും വിറ്റത് എങ്ങനെയാണ്? ഹോൾ ട്രാൻസാക്ഷനിൽ എത്ര വരണം? 20% പ്രോഫിറ്റ് വരണം. ഹോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പം ഹോൾ പ്രോഫിറ്റ്, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഒന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 ആണ് ഇവിടെ ഉള്ളത്. ആർട്ടിക്കിൾ 1ഉം 2ഉം 3ഉം 400 ഈച്ച് ആണ്. അപ്പോൾ 3 × 400 ദാറ്റ് ഈസ് 1200 ആണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഈ ഹോൾ ട്രാൻസാക്ഷനിൽ 20% എന്തുണ്ടായിട്ടുണ്ട്? ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ CP കണ്ടുപിടിക്കാം അല്ലേ. ടോട്ടൽ CP എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 1200 × 120/100 ചെയ്താൽ മതിയല്ലോ. 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ, ബാക്കി കിട്ടുന്നത് 1440 എന്നാണ് കിട്ടുന്നത്. ഇത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. ആ പ്രോഫിറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 1440 - 1200 എന്ന് പറയുന്നത് എത്രയാണ്? 240 അല്ലേ. ഈ 240 ആണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. ഹോൾ ട്രാൻസാക്ഷനിലെ പ്രോഫിറ്റ് മാത്രമാണ്. ഈ ഹോൾ ട്രാൻസാക്ഷനിലെ ഈ 240 ആരാണ് ഗെയിൻ ചെയ്യിപ്പിച്ചത്? ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3ഉം കൂടെ ചേർന്നാണ് ഗെയിൻ ചെയ്യിപ്പിച്ചത്. പക്ഷേ ഈ 240 മാത്രമാണോ? അല്ല. കാരണം എന്താ? ഈ 240യുടെ കൂടെ ആരും കൂടെ വരും? ആദ്യത്തെ ആർട്ടിക്കിൾ, ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ത് ചെയ്തു? 10% ലോസിലല്ലായിരുന്നോ വിറ്റത്? അതും കൂടെ ഇവിടെ കൂട്ടണ്ടേ? ആ 10% ലോസും കൂടെ ആര് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്? ഈ 2ഉം 3ഉം കൂടെ വിറ്റപ്പോൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ലോസ് 40യും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 240 + 40 = നമുക്ക് കിട്ടുന്നത് 280 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 280 ആണ് ടോട്ടൽ ഗെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോൾ? 2ഉം 3ഉം ആർട്ടിക്കിൾസ് വിറ്റപ്പോൾ. അപ്പോൾ അവർ ഗെയിൻ ചെയ്തിരിക്കുന്നത് 280. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ദ ഗെയിൻ പെർസെൻറ്റേജ് ഓൺ 2 ആർട്ടിക്കിൾസ്? ഈ 2 ആർട്ടിക്കിൾസ് വിറ്റപ്പോഴുള്ള ഗെയിൻ പെർസെൻറ്റേജ്. ഗെയിൻ എന്ന് പറയുന്നത് 280 ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ്, 2ൻ്റെയും 3ൻ്റെയും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പം 400 + 400 800 ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്യുമ്പോൾ ഇനി ഇത് എന്ത് ചെയ്യണം? 0 ക്യാൻസലായി, ബാക്കി 8 വെച്ച് ചെയ്യുമ്പോൾ 3, പിന്നെ എത്രയാണ്? 5 അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 35% ആണ് 2ഉം 3ഉം ആർട്ടിക്കിൾസ്, രണ്ടാമത്തെയും മൂന്നാമത്തെ ആർട്ടിക്കിൾസ് വിറ്റപ്പോൾ കിട്ടിയ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. The ratio of number of boys to number of girls in a school of 770 students is 7:4.
if 50 more girls are admitted in the school, then how many more boys should admitted so that the ratio of boys of that of the girls become 5:3. അപ്പോൾ ഇവിടെ ബോയ്സ് ടു ഗേൾസ് ആദ്യത്തെ ഇനിഷ്യൽ റേഷ്യോ അവർ പറയുന്നുണ്ട് 7:4 ആണ്. പറയാം നമുക്ക് റേഷ്യോ 7:4 ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 11 ആണ്. ആ 11 എന്ന് പറയുന്നതാണ് ശരിക്കും ഇവിടെ എന്ത് 770 എന്ന് പറയുന്നത്. അപ്പോൾ 11 എന്ന് പറയുന്നത് 770 ആക്കണം. അപ്പോൾ എത്രയാണ് അവിടുത്തെ റേഷ്യോ എത്രയാണ്? ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാക്കുന്നത്? 70 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ യഥാർത്ഥ റിയൽ നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് കണ്ടുപിടിക്കാം. റിയൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും? 7 ആണ്. അപ്പോൾ 7 × 70 വിച്ച് ഈസ് ഈക്വൽ ടു 490 കിട്ടുന്നു. അതേപോലെ ഗേൾസിൻ്റെ എണ്ണവും കണ്ടുപിടിക്കാം. ഗേൾസിൻ്റെ എണ്ണമെന്ന് പറയുന്നത് 4 × 70 വരും. 4 × 70 ഈസ് ഈക്വൽ ടു 280 എന്ന് വരുന്നു. ഇത് ഇനിഷ്യൽ ഉണ്ടായിരുന്നതാണ്. ഇനി എന്ത് സംഭവിച്ചു? 50 more girls are admitted in the school എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 50 ഗേൾസ് കൂടി അഡ്മിറ്റഡ് ആയി സ്കൂളിലേക്ക്. അപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നത് 280 ആണ്. അപ്പോൾ 50 കുട്ടികൾ കൂടി 50 ഗേൾസ് കൂടി വരുമ്പോൾ 50 + 3 + 1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 330 ആകുന്നു ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? How many more boys should admitted so that the ratio of boys of that of the girls become 5:3. അതായത് പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അതിൽ 5 ബോയ്സിൻ്റെയും 3 എന്ന് പറയുന്നത് ഗേൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഹൗ മെനി മോർ ബോയ്സ്, എത്ര കൂടി ബോയ്സ് വന്നാലാണ് ഈ 5:3 എന്ന റേഷ്യോ ആകുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ പുതിയ റേഷ്യോയിൽ 3 എന്ന് സൂചിപ്പിക്കുന്നത് ഗേൾസിനെയാണ്. ആ ഗേൾസിൻ്റെ എണ്ണം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 330 ആണ്. അതായത് അത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അതേപോലെ ഇത് ഗേൾസിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ പുതിയ റേഷ്യോയിൽ നിന്ന് ബോയ്സിൻ്റെ എണ്ണവും കണ്ടുപിടിക്കാം അല്ലേ? ബോയ്സിൻ്റെ 5 ആണ്. അപ്പോൾ 5 × ഇവിടുത്തെ നമ്പറായ 110 കൊണ്ട്, കോൺസ്റ്റൻറ്റ് നമ്പറായ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 550 ആണ്. ഇത് പുതിയ നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണമാണ്. അതായത് കുറച്ച് ബോയ്സും കൂടെ അതിനകത്ത് അഡ്മിറ്റഡ് ആയി. അതിന് ശേഷമുള്ള ടോട്ടൽ ബോയ്സിൻ്റെ എണ്ണമാണ് 550. നേരത്തെ ഉണ്ടായിരുന്ന ബോയ്സിൻ്റെ എണ്ണം 490 ആണ്. അപ്പോൾ എത്ര കൂടുതൽ ബോയ്സ് കൂടി വന്നു എന്നറിയണമെങ്കിൽ ഈ 550യിൽ നിന്ന് 490 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 60. അപ്പോൾ എത്ര കൂടുതൽ ബോയ്സാണ് വന്നത്? 60 മോർ ബോയ്സ് കൂടി വന്നപ്പോഴാണ് റേഷ്യോ 5:3 എന്ന് ആയത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനുമായിട്ട് ബന്ധപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും നിങ്ങളുടെ ഡൗട്ട് വന്ന് ചോദിച്ച് തീർക്കാവുന്നതാണ്. Okay, thank you so much.